ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരു ബേക്കറി സ്റ്റൈൽ ക്രീം ബൺ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു അര ബൗൾ പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 3 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. 3 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് ഒരു അര കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അൺസോൾട്ടഡ് ബട്ടർ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അൺസോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്തതിന് ശേഷം എന്നിട്ട് നമുക്കിതിലേക്ക് 1/4 കപ്പ് പാല്, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിരുന്നുണ്ടായിരുന്നല്ലോ ഈസ്റ്റ്, ആ ഒരു പാലൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യാം. എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ബാറ്റർ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടെ ഒന്ന് മയപ്പെടുത്തി ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതുകൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലൊട്ടാത്ത വിധം നമ്മളിതിനെ നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് ബട്ടറൂടെ അതിൻ്റെ മുകളിൽ എന്നിട്ട് ഇനി നമുക്ക് 1 സ്പൂൺ ബട്ടർ അതിൻ്റെ മുകളിൽ ഒന്ന് തടവി കൊടുക്കാം. അപ്പം നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഒരു 30 മിനിറ്റ് അരമണിക്കൂർ നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ അരമണിക്കൂർ ശേഷം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കെടുത്ത് ഒന്നും കൂടെ ഒന്ന് കൗണ്ടറിലിട്ട് ഒന്നും കൂടെ നല്ലപോലെ സോഫ്റ്റാക്കി ഒന്നും കൂടെ കുഴച്ചെടുക്കാം. എന്നിട്ട് ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനായിട്ടൊരു പ്ലേറ്റ് എടുത്തിട്ട് ഈ ഡവിനെ ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് അത് എൻ്റെ ക്യാമറാമാൻ്റെ ഇതുകൊണ്ട് അതിൽ വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബോൾ നല്ല മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. കാരണം ഇതിൽ ക്രാക്ക് വീണാൽ ബണ്ണ് പൊട്ടിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ചെയ്യാം. ഇത് ഈസിയാണ് ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് ബാക്കിയുള്ളത് കൂടെ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിനി ഒരു ബോൾ എടുത്ത് അതിലേക്ക് 2 സ്പൂൺ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. പാൽ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. എന്നിട്ട് കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്തു. കാരണം ക്രീം അല്ലേ, അപ്പോൾ കുറച്ച് സ്വീറ്റ്നെസ് ഒക്കെ വേണ്ടേ, അതുകൊണ്ട് ഞാൻ അതെടുത്തു. എന്നിട്ട് ഞാൻ അത് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 സ്പൂൺ കൂടി ബട്ടർ ആഡ് ചെയ്തു. കാരണം എനിക്കൊരു ബട്ടറി ടേസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഇതിനത് ആവശ്യമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബണ്ണിൻ്റെ ആ ഒരു ബാറ്റർ റെഡിയായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഞാൻ അടുത്ത് വെച്ചതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒട്ടി പിടിച്ചു പോയി. കുഴപ്പമില്ല, നമുക്കത് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എണ്ണ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ട് എപ്പോഴും ചെയ്യാൻ നോക്കുക. കാരണം ഹൈ ഫ്ലെയിം പുറമേ നല്ല ബ്രൗൺ കളറിൽ വന്നാലും അകം വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നമുക്കിത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മുടെ ബാക്കിയുള്ള ബണ്ണും നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ബണ്ണായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിന്. ഇനി നമുക്ക് ഓരോ ബ്രെഡായിട്ട് എടുത്തിട്ട് അതിനെ മുറിച്ചിട്ട് നമുക്ക് ബട്ടർ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ നല്ലൊരു ഫില്ലിംഗ് ആക്കി വെക്കണം ക്രീം. നമുക്കിതിനെ ഓരോ പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് ഇനി എല്ലാം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രീം ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്